നമുക്കറിയാം, കർത്താവ് തന്റെ ജനത്തെ നടത്തുമ്പോഴെല്ലാം ആമേൽ അവർ വലിയ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അവർ പോയി നിന്നത്. പക്ഷെ അവരെ മുന്നോട്ട് നടത്തിയത് നമ്മുടെ മുഴങ്ങിയ ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന ആമേ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. ചില ആമേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ടേണിംഗ് പോയിന്റിലേക്ക് ദൈവം നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ ആമേ സ്തോത്രം ചെയ്യുന്നു. അവിടെ ദൈവം നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ കാണാൻ പോകുന്ന ദൈവത്തിന്റെ മഹത്വമാണ്. ആ ദൈവശബ്ദത്തോട് എപ്പോൾ സംസാരിച്ചാലും പ്രതികരിക്കുവാൻ നമ്മളെ യോഗ്യരാക്കി മാറ്റുന്നത് നമ്മുടെ അകത്ത് ദൈവം പറഞ്ഞ വലിയൊരു വിശ്വാസം മാത്രമാണ്. ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ദൈവശബ്ദത്തോട് പ്രതികരിക്കാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ഓരോ സ്റ്റെപ്പും വെക്കുന്നത് അസാധ്യതയിലേക്കാണ്. സാധ്യതയിലേക്കല്ല നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. ഓരോ സ്റ്റെപ്പും നമ്മൾ വെക്കുന്നത് അസാധ്യങ്ങളിൽ നിന്ന് അസാധ്യങ്ങളിലേക്കാണ്. അതിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ നമ്മളെ സഹായിക്കുന്നത് നാം കേൾക്കുന്ന ദൈവവചനത്തിലുള്ള വിശ്വാസമാണ്. യേശുവിൻ അതുകൊണ്ടാണ് തിരുവചനം പറഞ്ഞത്, നിങ്ങൾക്ക് ലഭിച്ച വലിയൊരു വിശ്വാസത്തിനാണ് സ്തോത്രം ചെയ്യുന്നത്. ഇതിനകത്തിരിക്കുന്ന ഞാൻ നിങ്ങൾ വിലയേറിയവരെന്ന് പറയുന്ന ഒരു കാര്യം ദൈവത്തിന് നമുക്കുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു. ഇതുപോലെ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മളെ വിളിച്ചത് ദൈവമാണ്, നമ്മളെ മുന്നോട്ട് നടത്തുന്ന ദൈവമാണ്. എന്നാൽ നാം ചെയ്യേണ്ട ഒറ്റ കാര്യം, ഓരോ ദിവസവും നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. എവിടെ ദൈവം നമ്മളെ ആമേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ വെച്ച് ദൈവം നമ്മോട് സംസാരിച്ചാൽ ഏത് പ്രതിസന്ധിയിലൂടെ ദൈവം നടത്തിക്കൊണ്ടുപോയാലും വിശ്വാസത്തിന് കരം പിടിക്കണം. ഹല്ലേലൂയ. ആമേ നമുക്കറിയാം, വചനം പറയും നമുക്കെല്ലാം വിശ്വാസത്തിന്റെ പരിശോധനകളുണ്ട്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ആ പരിശോധനയിൽ ആമേ സ്തോത്രമാണ് നാം അറിയുന്നത് നമ്മുടെ അകത്ത് മാത്രം വിശ്വാസമുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പാടിയ പാട്ടെന്താ? അവൻ അത്യത്ഭുതങ്ങളാൽ ദൈവം എന്നെ നടത്തുന്നു എന്നാണ്. നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ നടന്നു വന്നതെല്ലാം അത്ഭുതങ്ങളിലൂടെ, ഇനി പോകാൻ പോകുന്ന അത്ഭുതങ്ങളിലൂടെ തന്നെയാണ്. ഹല്ലേലൂയ. അതിന് വേണ്ട നമുക്ക് വിശ്വാസമാണ്. എന്തെങ്കിലും വിശ്വസിക്കാനല്ല, കർത്താവ് പറയുന്ന വചനം നാം വിശ്വസിക്കണം. അവന്റെ ശബ്ദം നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. അവൻ ഇതുപോലെ ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ വഴിതെറ്റി വന്നതല്ല. ഹല്ലേലൂയ. ദൈവം തന്നെ അവൻ ഇതപ്രകാരം കൊണ്ടുവന്നതാണ്. അങ്ങനെയെങ്കിൽ ഇതുപോലെ ദൈവാത്മം പറയാം, വിശ്വാസത്തോടെ നീ ദൈവമുഖത്തേക്ക് നോക്കുക. ഹല്ലേലൂയ. ദൈവശബ്ദത്തോടെ നീ വിശ്വാസത്തോടെ പ്രതികരിക്കുക. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസമില്ലാത്തവർ നമ്മൾ വന്ന് വിളിച്ചു പറയും, ഇവൻ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു കാര്യം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം, നമ്മുടെ അകത്തൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ അകത്തൊരു ആശയമുണ്ട്. അത് വേറെ ആരുമില്ല, നമ്മുടെ കർത്താവില്ല. ഇതുപോലെ ആ കർത്താവിനെ നമുക്ക് ഇതുപോലെ ആ കർത്താവിനെ നമ്മൾ ആരാധിക്കും. ഈ ആരാധനയിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റമല്ല വരേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മാറ്റത്തോടെ നാം മടങ്ങി പോകണം. കർത്താവ് ആഗ്രഹിക്കുന്ന വിടുതലോടെ നാം മടങ്ങി പോകണം. ഇതുപോലെ ചരിത്രത്തിലേക്ക് പറയാൻ കഴിയും, കർത്താവ് അങ്ങയുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. അവരവിടുത്തെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. യേശുവിനെ ആമേ സ്തോത്രം. ദൈവം തന്നെ പദ്ധതി പ്രകാരം ആമേ യോഹന്നാനെ അയക്കുമ്പോൾ ഹല്ലേലൂയ ആമേ തിരുവചനം പറയുന്നു. അതിനകത്ത് ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ആമേ സ്തോത്രം ചെയ്യുന്നു. പത്മോസിലേക്ക് അയച്ച ചക്രവർത്തിയും ആമേ സ്തോത്രം ചെയ്യുന്നു. ആമേ മറ്റു പ്രിയപ്പെട്ടവരെല്ലാം യോഹന്നാനെ വിധിയെഴുതിയൊരു കാര്യമുണ്ട്, ഇനി യോഹന്നാൻ മടങ്ങി വരത്തില്ല. കാരണം അവിടെ നിന്ന് മടങ്ങി വന്നൊരു ചരിത്രം ആമേ സ്തോത്രം പത്മോസിലില്ല. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ ആമേ സ്തോത്രം, ലോകം മടങ്ങി വരത്തില്ലെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ആമേ അപ്പോൾ തന്നെ അതിന്റെ പിന്നിൽ ആ ദൈവത്തിന്റെ കിടപ്രകാരം പത്മോസിലേക്ക് ആമേ യോഹന്നാനെ അയക്കുമ്പോൾ അതിനെങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, കർത്തൃ ദിവസത്തിൽ അവൻ ആത്മാവിൽ ദിവസമാണ്. ഇതൊരു ദൂരി ഞാൻ പറയാം, ഈ ആയിരിക്കുന്ന പത്മോസിൽ ദൈവത്തിന്റെ ഒരു ദിവസമുണ്ട്. ഇങ്ങനെ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന്റെ ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ആ ദിവസത്തിന്റെ ഒരു വിശ്വാസത്തോടെ നമ്മളെന്താ കാണുന്നത്? അവിടെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, അവിടെ ഭയപ്പെട്ടുന്ന സാഹചര്യങ്ങളുണ്ട്, അവിടെ വെല്ലുവിളികളുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ആമേ സ്തോത്രം, പത്മോസിലേക്ക് നമ്മളെ നടത്തിയൊരു ദൈവമുണ്ട്. യേശുവിനെ അതുകൊണ്ട് പത്മോസിൽ ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. പക്ഷെ അതിനെങ്ങനെ പറയുന്നത്, കർത്താവിന്റെ ഒരു ദിവസം യോഹന്നാന്റെ പത്മോസിൽ സംഭവിച്ചു. ആമേൻ. നമുക്കറിയാം അവിടെ നടന്ന അത്ഭുതം എത്ര വലുതാണ്. ഇതുപോലെ നമുക്ക് ആ വചനം ഏറ്റെടുക്കും, കർത്താവെ ഈ പത്മോസിൽ ഇന്ന് ഞാനായിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ, ഈ വെല്ലുവിളിയുടെ നടുവിൽ ഞാനിവിടെ ഒറ്റക്കല്ല, എന്റെ ദൈവമാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. ഇതിലൂടെ നടക്കുന്നത് ദൈവത്തോട് വിളിച്ചു പറഞ്ഞു, കർത്താവ് ഇവിടെ ഞാൻ ആരെയും കാണുന്നില്ല, പക്ഷെ എന്റെ കർത്താവിനെ ഞാൻ കാണുന്നുണ്ട്. അവന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. പത്മോസിൽ യോഹന്നാന്റെ കൂട്ടത്തിൽ ആരും ചില സാഹചര്യങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ഒറ്റ
വേണ്ടി പലരൊക്കെണ്ടെന്ന് പലരും ചിന്തിക്കും. പക്ഷെ ചില സിറ്റുവേഷനിലേക്ക് ഞാൻ നിങ്ങളും ഒറ്റക്കായിരിക്കും. കാരണം അങ്ങനെ ഒറ്റക്ക് വിടുന്നതെന്നറിയാമോ? നമ്മൾ ഒറ്റക്കായിരുന്ന ദൈവത്തെ കാണേണ്ടതുപോലെ കാണണോ? യേശുവിന്റെ നാമത്തിൽ ഇതുപോലെ കാലം ഹല്ലേലൂയ ആമേ സ്തോത്രം. നമ്മൾ പലരും പറയാൻ ഒരുപാട് പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുമ്പോൾ ആമേ കർത്താവ് പറയുന്നു, എന്റെ പൻപോസിൽ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഇന്നുവരെ കാണാത്ത ചില ദൈവിക മഹത്വം ഹല്ലേലൂയ നാം കാണുകയാണ്. ഇതുപോലെ കാലം ദൈവത്തിൽ നാം പറയേണ്ടത്, ഇവിടെ എന്ത് സംഭവിക്കുന്നു, എന്റെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു, ആമേ സ്തോത്രം, ഞാൻ ഏത് പ്രതിസന്ധിയിൽ നിന്ന് ഇന്ന് ആരാധനക്ക് വന്നത് അതെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ കാലം ദൈവശബ്ദത്തിന് വിളിച്ചു പറ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ എന്റെ കർത്താവിനെ ഞാൻ കാണുന്നു. നമ്മൾ കേൾക്കുന്ന ദൈവശബ്ദം കർത്താവിനെ കാണാൻ നമ്മളെ ഇടയാക്കുകയാണ്. അങ്ങനെ ഇതുപോലെ കാലം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആമനെ പാടുന്ന നമുക്ക് ആമേ സ്തോത്രം ധ്യാനിച്ച് ഹല്ലേലൂയ. ആമേ ദൈവത്തിന്റെ ആത്മാവിന്റെ പകലിൽ ഈ ആരാധനയിൽ ആമേ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന വിടുതലുകൾ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ദൈവകരങ്ങളിൽ വിശ്വാസത്തോടെ നമ്മളെ സമർപ്പിച്ച് ആമേ ധ്യാനത്തോടെ സമർപ്പണത്തോടെ ആമേ നമുക്ക് ഒരുമിച്ച് കർത്താവ് നമുക്ക് നന്ദി പറയാം.